മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇന്നും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ജനവാസ മേഖലയിൽ പുലി വിഹരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെന്ന് പ്രദേശവാസികൾ പറയുന്നു. നാട്ടുകാർ വനം മന്ത്രിക്ക് നിവേദനം നൽകി. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. ആശങ്കയിലാണ് പ്രദേശവാസികൾ ആകെ തന്നെ. പക്ഷേ നാട്ടുകാർ വനം മന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടുണ്ട് എങ്കിലും തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നുണ്ടോ? രോഹിണി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മണ്ണാർമല ഭാഗത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ട്. നാട്ടുകാർ തന്നെ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പല സമയങ്ങളിലായി ദൃശ്യങ്ങൾ വെളിവായിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാർ കൈമാറിയിട്ടുണ്ട്. നേരത്തെ ചില വീട്ടുകാർ പുലിയുടെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ആ സമയത്ത് നാട്ടുകാർ വനംവകുപ്പിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചു. പക്ഷേ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കാര്യമായ ഒരു ഇടപെടലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ക്യാമറ സ്ഥാപിക്കാനോ കൂട് സ്ഥാപിക്കാനോ ഒന്നും തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നാട്ടുകാർ തന്നെ തീരുമാനിച്ച് അവർ ഒരുമിച്ച് യോഗം ചേർന്നാണ് ഈ ഭാഗങ്ങളിൽ ഈ വിവിധ ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചത്. അങ്ങനെയാണ് ഈ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറകളിൽ പല സമയങ്ങളിലായി പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ ദൃശ്യങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നാട്ടുകാർ കൃത്യസമയത്ത് തന്നെ എത്തിച്ചു നൽകിയിരുന്നു. പക്ഷേ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായൊരു ഇടപെടലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതായത് പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട് സ്ഥാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വനം വകുപ്പ് മന്ത്രിക്കും നാട്ടുകാർ ഒരു നിവേദനം നൽകിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, മണ്ണാർമല എന്ന് പറയുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജനവാസ മേഖല കൂടിയാണ് ഇത്. അതിനും കുറേ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് കാടുള്ളത്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലാണ് ഈ പുലിയുടെ ഒരു വിഹാരം ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ജനങ്ങൾ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്ത് കഴിയുന്നത്. ആളുകൾക്ക് ജോലിക്ക് പോകാനോ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. കാരണം അത്രയും ഭീതിയിലാണ് ഇവിടെ ജനങ്ങൾ കഴിയുന്നത്. ഇടയ്ക്കിടെ പുലിയുടെ ദൃശ്യങ്ങൾ ഈ ക്യാമറയിൽ പതിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നാട്ടുകാർ ഈ ഒരു നിവേദനം വനം വകുപ്പ് മന്ത്രിക്ക് നൽകിയത്. ഇനി എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഉള്ളത്. എന്തായാലും ഇപ്പോഴും കാര്യമായൊരു ഇടപെടലൊന്നും തന്നെ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. രോഹിണി.